ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടഡ് സീരീസിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് മാനേജ്മെൻറ്റിലെ കേട്ടഡിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ എബിലിറ്റി ടു സീ ദ എൻ്റർപ്രൈസ് സ്പോർട്സ് ഓർഗനൈസേഷൻ ആസ് എ വോൾ ഈസ് കോൾഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: ഹ്യൂമൺ സ്കില്ല്, കൺസെപ്ച്വൽ സ്കില്ല്, മെക്കാനിക്കൽ സ്കില്ല്, നൺ ഓഫ് ദീസ് എബോവ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഹ്യൂമൺ സ്കില്ല് എന്നുള്ള ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ഹ്യൂമൻ സ്കിൽ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ യൂസ് ഓഫ് ദ പർട്ടിക്കുലർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഡിപ്പെൻഡ് അപ്പോൺ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്: സ്കിൽ ഓഫ് ദ ടീച്ചർ, സെക്സ് ഓഫ് ദ ടീച്ചർ, ഏജ് ഓഫ് ദ ടീച്ചർ, നൺ ഓഫ് ദി എബോ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ്. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു ആൻസർ ഒന്ന് അസ്യൂം ചെയ്യുക ജസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം നിങ്ങളുടെ സെൽഫായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ ജസ്റ്റ് സെൽഫ് അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കരുതുക. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് നമ്മളിവിടെ റീഡ് ചെയ്തു. സോ ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 2ൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സ്കിൽ ഓഫ് ദ ടീച്ചർ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫ്രീ ആൻഡ് ആക്ടിവിറ്റീസ് ജനറലി ഡൺ ഇൻ ദ ഗ്രൂപ്പ് ഈസ് കോൾഡ് ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. 4 ഓപ്ഷൻസ് ചുവടെ തന്നിട്ടുണ്ട്: പ്ലേമെട്രിക്സ്, കലിസ്തറ്റിക്സ്, ഡ്രിൽ ആൻഡ് മാർച്ചിങ്, വെയ്റ്റ് ട്രെയിനിങ്. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് ചുവടെ തന്നിരിക്കുന്നത്. വെയ്റ്റ് ട്രെയിനിങ് എന്തായാലും വരില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ നിങ്ങളുടെ ഒരു ഉത്തരം മനസ്സിൽ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കലിസ്തറ്റിക്സ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം: ഫ്രീ ഹാൻഡ് ആക്ടിവിറ്റീസ് ജനറലി ഡൺ ഇൻ ദ ഗ്രൂപ്പ് ഈസ് കോൾഡ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്പോർട്സ് പ്രോഗ്രാം. സ്പോർട്സ് പ്രോഗ്രാം എന്ന് മാത്രമല്ല, സ്പോർട്സ് പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സ്പോർട്സ് പ്രോഗ്രാം എന്നുള്ളത് മാത്രമല്ല, ഏതൊരു പ്രോഗ്രാമിനും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിക്കതും അത് എന്തായിരിക്കും? നിങ്ങളുടെ ഉത്തരം കണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് പ്ലാനിങ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, പ്ലാനിങ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ടേം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്സ് ആർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടേംസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്സ് ആർ എന്നുള്ളതാണ്. സിനോണിമസ് ടു ഈച്ച് അതർ, എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ, സം വാട്ട് സിമിലിയർ ടു ഈച്ച് അതർ, ആൾ ഓഫ് ദി എബോ എന്നുള്ളതാണ് 4 ഓപ്ഷൻസ്. ഇതിൽ 5th ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്പോർട്സ് മാനേജ്മെൻറ്റ് ചുരുക്കി പറഞ്ഞാൽ അധികം ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സ്പോർട്സ് മാനേജ്മെൻറ്റ് ഈസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആർട്സ് ആണോ, അതോ ആർട്ടാണോ, അതോ സയൻസ് ആണോ, അതോ ബോത്ത് എ ആൻഡ് ബി ആണോ, നൺ ഓഫ് ദി എബോ എന്നുള്ള ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊരു ഉത്തരം മനസ്സിൽ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ 6th ക്വസ്റ്റ്യനിൽ വരുന്നത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ബോത്ത് എന്നുള്ളതാണ്, ഓപ്ഷൻ സി, എ ആൻഡ് ബി എന്നുള്ളത്. സ്പോർട്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടും അതുപോലെ തന്നെ സയൻസും ആണെന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് പ്രോസസ് ഈസ്. പ്ലാനിങ് പ്രോസസ്സിൻ്റെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് പ്രോസസ് ഈസ് എന്നുള്ളതാണ്. സോ 7th ക്വസ്റ്റ്യനിലേക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഡിറ്റർമിനേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ്, റിസോഴ്സ് മൊബിലൈസേഷൻ, കൺസ്ട്രൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് ദ ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളതാണ് 4 ഓപ്ഷൻസ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിറ്റർമിനേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്.
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8th question, which of the followings done not come under the purview of the constraint identification in sports management എന്നുള്ളതാണ് 8th question. ജിയോഗ്രഫിക്കൽ, ഫിസിയോളജിക്കൽ, എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ എന്നുള്ളതാണ് 4 ഓപ്ഷൻസ്. സോ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോഷ്യൽ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദ പ്ലാനിങ് ഇൻ വിച്ച് ഓൺലി the chief executive detects, indicates and monitor is called എന്നുള്ളതാണ് 9th question. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം നമുക്ക്. The plan in which only the chief executive detects, indicate a monitor is called. 4 ഓപ്ഷൻസ് ഉണ്ട്. ഡെമോക്രാറ്റിക് പ്ലാൻ, പാർട്ടിസിപ്പേറ്റീവ് പ്ലാൻ, ഓട്ടോക്രാറ്റിയൻ പ്ലാൻ ആൻഡ് നൺ ഓഫ് ദി എബോ എന്നുള്ള 4 ഓപ്ഷൻസ് ആണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓട്ടോക്രാറ്റിയൻ പ്ലാൻ, ഓട്ടോക്രാറ്റീരിയൽ പ്ലാൻ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 10th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഗെറ്റിംഗ് ദ റൈറ്റ് ഫാക്ട് ടു ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് വേ ഈസ് കോൾഡ് എന്നുള്ളതാണ് 10th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഗെയിം മാനേജ്മെൻറ്റ്, പബ്ലിക് റിലേഷൻഷിപ്പ് ഇൻ സ്പോർട്സ്, മോട്ടിവേഷൻ ഫോർ സ്പോർട്സ്, ലീഡർഷിപ്പ് ഇൻ സ്പോർട്സ് എന്നിങ്ങനെയാണ് ചുവടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്. 10th ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് പബ്ലിക് റിലേഷൻ ഇൻ സ്പോർട്സ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദ ലാസ്റ്റ് ലിങ്ക് ടു ദി സ്പോർട്സ് മാനേജ്മെൻറ്റ് ചെയിൻ ഈസ്, അതായത് സ്പോർട്സ് മാനേജ്മെൻറ്റ് ചെയിനിൻ്റെ അവസാനത്തെ ഫങ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു ക്വസ്റ്റ്യനും കൂടെയാണിത്. ഈ കൊമേഴ്സൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് എന്തായാലും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നൊരു ഉത്തരം കൂടെയാണ് ഇതിനുള്ള. ഇപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ, ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റ്, പബ്ലിക് റിലേഷൻസ്, നൺ ഓഫ് ദി എബോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ 12th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫണ്ട്സ് ഫോർ ദ സ്പോർട്സ് പ്രോഗ്രാം ക്യാൻ ബി കളക്റ്റഡ് ത്രൂ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അലുമിനി അസോസിയേഷൻസ്, ഡൊണേഷൻസ്, ഗിഫ്റ്റ്, ഫണ്ട് ഫ്രം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ആൾ ഓഫ് ദി എബോ എന്നുള്ളതാണ് 12th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ 3 ഇതിന് പ്രാക്ടിക്കബിളി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൾ ഓഫ് ദി എബോ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 13th ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് എ നാഷണൽ സ്പോർട്സ് ഓർഗനൈസേഷൻ മേ ബി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ചൂടെ തന്നിട്ടുണ്ട്, നോക്കാം. ഓപ്ഷൻസ് എങ്ങനെയാണ്? ടു എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പോർട്സ് ഇൻ കൺട്രി, ടു ഓർഗനൈസ് ദ ചാമ്പ്യൻഷിപ്പ് അറ്റ് ദ നാഷണൽ ആൻഡ് റീജിയണൽ ലെവൽ, ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ഫ്രം ടൈം to time be decided, and ഓപ്ഷൻ ഡി all the above എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 13th ആണ്. 13th റൈറ്റ് ആൻസർ വരുന്നത് all the above എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ലെസൺ പ്ലാനിങ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: ഏജ് ആൻഡ് സെക്സ്, പ്രോഗ്രഷൻ, വാമിംഗ് അപ്പ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ പറഞ്ഞ ആദ്യത്തെ 3 ഓപ്ഷൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ടീച്ചേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് അല്ലാത്ത. അപ്പോൾ ഉത്തരം വരുന്നത് നോട്ട് എ പ്രിൻസിപ്പിൾസ് ഓഫ് ലെസൺ പ്ലാനിങ് എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് അല്ലാത്തത്. അപ്പോൾ അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി. ദെൻ 15th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെപ്രസെൻറ്റ്സ് എ ടൈപ്പ് ഓഫ് സൂപ്പർവൈസർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ 4 ഇതുപോലെ തന്നെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ടു ദി ഇൻസ്റ്റിറ്റ്യൂട്ട്,
ടാലൻറ്റ് ഗേൾ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, ടാലൻറ്റ് ബോയ് ഇൻ ദ ക്ലാസ് എന്നുള്ളതാണ് 4 ഓപ്ഷൻസ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് എ ടൈപ്പ് ഓഫ് സൂപ്പർവൈസർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനും കൂടെ തരാം. ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IDA ഈസ് ഹെഡഡ് ബൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ചെയർമാൻ, എ ഡയറക്ടർ, എ പ്രസിഡന്റ്, എ ട്രഷറർ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക.